സത്യം ഇവിടെയാണുള്ളത്. കാരണം അതിന്റെ പ്രവർത്തകന്മാരെങ്ങനെയാ, അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെങ്ങനെയാ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചുപോയവരായാലും നമുക്കറിയാലോ, ഈ അടുത്ത കാലത്ത് നമ്മൾ മരണപ്പെട്ടു പോയ മഹാനായ സൈനുൽ ഉലമാ ശരിശേരി ഉസ്താദ് എത്ര വലിയ പണ്ഡിതനാ. മഹാനായ ഉന്നതരായ ഖാസിം ദാരിമി ഉസ്താദ് ഇവിടെ വിശദീകരിച്ചുവല്ല. തുല്യതയില്ലാത്ത പാണ്ഡിത്യത്തിന്റെ ഉടമ ശംസുൽ ഉലമാ എന്ന അപരാഭിനാമത്തിൽ അറിയപ്പെട്ട ആലിമുൽ ആലം എന്ന അറബ് ലോകം വാഴ്ത്തിയ 19,000-ഓളം വരുന്ന ഔലിയാക്കന്മാരുടെ ആദരണീയരായ ഗുരു ശംസുൽ ഉലമ തങ്ങളെ പോലും ഫത്വ കൊടുക്കാൻ ഏൽപ്പിച്ച മഹാനായ പണ്ഡിതനാണ് മഹാനായ സൈനുൽ ഉലമാ ശരിശേരി ഉസ്താദ്. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അമരക്കാരൻ. നീണ്ട 20 കൊല്ലത്തോളം 2 പതിറ്റാണ്ട് കാലം ശംസുൽ ഉലമയുടെ പിൻഗാമിയായി, ശംസുൽ ഉലമയുടെ ഖലീഫയായി ഈ മഹത്തായ പ്രസ്ഥാനത്തിന് അജയ്യമായ നേതൃത്വം കൊടുത്തു. വിനയത്തിന്റെ മൂർത്തിയായ മഹാനായ സൈനുൽ ഉലമ എത്ര നല്ല ജീവിതമാ, എത്ര നല്ല ജീവിത വിശേഷമാ, എത്ര നല്ല വേഷഭൂഷണമാ, എത്ര നല്ല സംസാരമാ. കളങ്കമില്ല, കാപാഠ്യമില്ല. അതുകൊണ്ട് തന്നെ മഹാനറുതുവാറുന്നപ്പോ അല്ലാഹു ഉത്തരം കൊടുത്തു. ചരിത്രം പറയുന്നു, മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതുകയാണ്, വന്യരായ സൈനുൽ ഉലമ തങ്ങളുടെ നേതൃത്വത്തില്, ശരിശേരി ഉസ്താദിന്റെ നേതൃത്വത്തില്, പാണക്കാട്ടെ ആദരണീയരായ പൂമത്ത് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെന്ന മഹാനായ നമ്മുടെ മഹാനായ സയ്യിദിന്റെ നേതൃത്വത്തില് 10-18ഓളം പണ്ഡിതന്മാരും മറാക്കള് അങ്ങനെ ആന്ധ്രാപ്രദേശിന്റെ മണ്ണിലേക്ക് പോവുകയാണ്, ആന്ധ്രയിലേക്ക് പോവുകയാണ്. എന്നറിയോ, അരിക്കച്ചവടം ചെയ്യാനല്ല, കളക്ഷനാക്കാനല്ല, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ, അവിടെയുള്ളവർക്ക് ഇസ്ലാമിന്റെ ബാലപാഠം പകർന്നു കൊടുക്കാൻ, സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന്, അതിന്റെ വിശ്വാസം എന്താണെന്ന്, അതിന്റെ നല്ല ആചാരം എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ അവിടെയുള്ള ആൾക്കാരുടെ പ്രത്യേക താല്പര്യപ്രകാരം ആന്ധ്രാപ്രദേശിന്റെ മണ്ണിലേക്ക് പോവുകയാ. നല്ല മനസ്സുള്ള നാട്ടുകാർ, ഈമാനുള്ള ആ മനുഷ്യന്മാർ, ഇസ്ലാമിനോട് ഹബ്ബുള്ള ആ നാട്ടുകാർ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം കൊടുത്തു. മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാരോട്, സൈനുൽ ഉലമ തങ്ങളോട്, അബ്ബാസ് അലി തങ്ങളോട് ആ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞതൊരു അപേക്ഷയാ, ഒറ്റവരപേക്ഷയാ. ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട, നിങ്ങൾക്ക് വേണ്ടിയതെന്താണോ, നിങ്ങളെ സംഘടനയ്ക്ക് വേണ്ടതെന്താണോ, നിങ്ങളെ സ്ഥാപനത്തിന് വേണ്ടതെന്താണോ, ഞങ്ങളെ മക്കൾ നല്ലവരായി വരാൻ, ഞങ്ങളെ മക്കൾ പഠിതാക്കളായി വരാൻ, ഞങ്ങളെ നാട് ദീനുള്ള നാടായി മാറാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്ഥലം വേണോ ഞങ്ങൾ തരാം, പൈസ വേണോ ഞങ്ങൾ തരാം, രാപ്പകലില്ലാതെ കഷ്ടപ്പെടണോ ഞങ്ങളത് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണേ. മഹാനായ തങ്ങള്, ഒന്നരായ ശരിശേരി ഉസ്താദ് അവറുകള്, ഞങ്ങളെ നാട്ടില് മഴയില്ല, ആന്ധ്രയില് മഴയില്ലെങ്കിൽ ഞങ്ങളുടെ തെളി കുടിക്കേണ്ടി വരും. എന്തേ? അങ്ങനെ ഇങ്ങാണ് അരി വരുന്നത്. എല്ലാ ആന്ധ്രന്ന് അരി, കേരളത്തിന് തേങ്ങ, ഞങ്ങളെ കർണാടകത്തിന് ചുണ്ടി, വേറെ കുറെ. ഇതെല്ലാം കൂടി കഞ്ഞിയാവത്ര. ഏതുവാകട്ടെ, മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങളോട് എല്ലാ കാര്യങ്ങളും നിറവേറ്റി കുറ്റിയടിച്ചോ, സ്ഥാപനത്തിന് വേണ്ടിയിട്ടെല്ലാം തയ്യാറായി, എല്ലാം റെഡിയായി പിരിയുന്ന നേരം ആ നാട്ടുകാരായ കുറച്ചാളുകാർ വന്നിട്ട് മഹാനായ സൈനുൽ ഉലമ തങ്ങളോട് പറഞ്ഞു, മഹാനായ തങ്ങളോട് പറഞ്ഞു, നമ്മുടെ നേതാക്കളായ മഹാന്മാരായ ആൾക്കാരോട് പറഞ്ഞു, നമ്മുടെ പ്രവർത്തകന്മാരോട് പറഞ്ഞു, നമുക്ക് വേണ്ടി ഒന്ന് ദുആരക്കണേ. എന്തിന്? ഞങ്ങൾക്ക് മഴയില്ല, നാളേറെയായി കൃഷിയില്ലാതെ പാടമെല്ലാം ഉണങ്ങിപ്പോയി, ഞങ്ങളെ പച്ചക്കറികളും കൃഷികളുമെല്ലാം താറുമാറായി, അരി വിളയാനുള്ള സംവിധാനങ്ങളില്ല, വെള്ളമില്ല, മഴയില്ല, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആരക്കണേ എന്നാ നാട്ടുകാർ ഒന്നായി പറഞ്ഞപ്പോ മഹാനായ സൈനുൽ ഉലമ ശരിശേരി ഉസ്താദ് നീണ്ട
നീണ്ട 20 കൊല്ലത്തോളം നമുക്ക് വേണ്ടി നേതൃത്വം നൽകിയ സമസ്തയുടെ സെക്രട്ടറി പദം അലങ്കരിച്ച അവസാനമായി നമ്മുടെ മംഗലാപുരത്തെ ഹൃദയഭാഗത്തുള്ള നെഹ്റു മൈതാനിയിലെ ആധികാരികമായ പ്രൗഢമായ ഇഖ്ലാസുള്ള പ്രഭാഷണം നടത്തി നമുക്ക് വേണ്ടി ദുആരെന്ന മരണത്തിലേക്ക് മടങ്ങിപ്പോയ മഹാനായ സൈനുൽ ഉലമാ ശരിശേരി ഉസ്താദ് ആ നാട്ടുകാരുടെ അപേക്ഷ കേട്ടപ്പോ, ആ നാട്ടുകാരുടെ ആവശ്യം കേട്ടപ്പോ സൈനുൽ ഉലമാ തങ്ങൾ അടുത്തിരിക്കുന്ന മഹാനായ പാണക്കാട് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ദുആരെന്നോളൂ. എന്നെ നോക്കണം, എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കുടിവെള്ളം വരുന്നുണ്ട്, നല്ല മധുരവെള്ളം. എല്ലാവരും കുടിക്കുക. അള്ളാഹു അത് ഒരുക്കി തന്ന, അത് തയ്യാറാക്കി തന്ന, അതിന് അവസരമുണ്ടാക്കിയ എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിന്റെ പാനീയം കുടിപ്പിക്കുമാരാകട്ടെ. പക്ഷെ നിങ്ങൾ അതുമാത്രം ശ്രദ്ധിക്കരുത്, എന്നെ നോക്കണം. കുറച്ച് സമയമുള്ള, അരമണിക്കൂർ പെർമിഷൻ അത്രയേ ഉള്ളൂ. പിന്നെ അതല്ലാണ്ട് കുറെ നേരം പറഞ്ഞ് നമുക്ക് സമയമില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തുക. മഹാനായ സൈനുൽ ഉലമാ തങ്ങളോട് വന്നിട്ട് നാട്ടുകാർ ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോ സൈനുൽ ഉലമാ ചെരിശ്ശേരി ഉസ്താദ് തന്റെ തൊട്ടടുത്തിരിക്കുന്ന മഹാനായ അബ്ബാസ് അലി തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ദ്വാരുന്നോളൂ, അവർക്ക് വേണ്ടി ഒന്ന് ദ്വാരുന്നോളൂ, ഒന്ന് ദ്വാരുന്നു കൊടുത്തോളൂ. ജനങ്ങളെ കഷ്ടപ്പാട് കണ്ടോ, അവരുടെ ആവലാതി കേട്ടോ, ബലാതി കണ്ടോ, തങ്ങൾ ദ്വാരുന്നോളൂ. ചെരിശ്ശേരി ഉസ്താദ് പറഞ്ഞപ്പോ മഹാനായ പാണക്കാട് പൂമുത്ത് അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ദ്വാരക്ക്, ഞാൻ നേരത്തെ തുടക്കത്തിൽ ദ്വാരുന്നുവല്ലോ, ഞാൻ ഉദ്ഘാടനം ചെയ്തുവല്ലോ. ഇനി നിങ്ങളെ ദ്വായാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, നാട്ടുകാർക്ക് ആവശ്യമുള്ളത്. കഷ്ടപ്പാടിന്റെ നെല്ലിപ്പടി കണ്ട് ദാരിദ്ര്യത്തിന്റെ കൈപ്പനീർ കുടിച്ചുകൊണ്ട് കഴിയുന്ന ഈ ജനങ്ങൾക്ക് അരപ്പട്ടിണിയും മുടുപ്പട്ടിണിയുമായി കഴിയുന്ന ഈ ജനങ്ങൾക്ക് ഇതിനാവശ്യമുള്ളത് നിങ്ങളെ ദുആയാണ്. അതുകൊണ്ട് ചെരിശ്ശേരി ഉസ്താദേ ദുആരക്കണേ എന്ന് പറഞ്ഞപ്പോ മഹാനായ സൈനുൽ ഉലമാ ദുആരന്നു, അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ, അതാ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ, അനുകൂലമായ ഖൈറുള്ള മഴ തരണേ അല്ലാ. മഹാനായ സൈനുൽ ഉലമാ ശരിശേരി ഉസ്താദ് ആന്ധ്രാപ്രദേശിന്റെ മണ്ണിൽ വെച്ചിട്ട് ആയിരങ്ങളെ ദ്വാരന്നിട്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോ സുബ്ഹാനല്ലാഹ് അവസാനിക്കുന്നതിന് മുമ്പ്, ആ ജനങ്ങൾ പിരിയുന്നതിന് മുമ്പ്, ആമീൻ പറഞ്ഞിട്ട് ആ ജനങ്ങളെ കൈമുട്ടിയെടുക്കുന്നതിന് മുമ്പ് ആകാശമതാ മേഘാമൃതമാകുന്നു, ഇടിമിന്നലടിക്കുന്നു, മഴ വർഷിക്കുന്നു, ജനങ്ങളെ കണ്ണു നിറയുന്നു. 1400 ആണ്ടുകൾക്ക് മുമ്പ് മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു സഹാബി അതാ പിന്നിൽ നിന്നിട്ട് അലമുറയിടുകയാണ്, കരയുകയാണ്, വല്ലാണ്ട് ശബ്ദമുണ്ടാക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണ് ആവശ്യം? ആ സഹാബിയായ മനുഷ്യന്, ആ ബദുവായ മനുഷ്യന് പന്നാര നബിയോട് പറഞ്ഞു, നബിയേ നബിയേ ഒന്ന് പുറത്തേക്ക് നോക്ക് നബിയേ, മഴയില്ല നബിയേ, വെള്ളമില്ല നബിയേ, എല്ലാവരും കഷ്ടത്തിലാണ്, എല്ലാവരും വിഷമത്തിലാണ്. ഒരിത്തിരി കുടിക്കാനുള്ള വെള്ളം കിട്ടാതെ ഈ നാട്ടുകാർ പറക്കം പായുന്നു നബിയേ. ചരിത്രത്തിന്റെ പ്രാമാണികമായ പിന്തുണ വെച്ച് നോക്കുമ്പോ ആ വന്നിട്ട് പറയുന്നതൊരു വെള്ളിയാഴ്ചയാണ്. മുസ്തഫായ നബി തങ്ങളതാ അവിടെ ദ്വാരുന്നു, അല്ലാഹുമ്മ സ്ഖിനാ, പടച്ചോനെ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ഹബീബായ നബി തങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്തു. നല്ല പൊട്ട വെയിലത്ത്, പട്ട വെയിലത്ത്, കുത്തിച്ചൊരിയുന്ന വെയിലത്ത്, പുറം പൊട്ടുന്ന വെയിലത്ത് പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വന്ന സഹാബത്ത് പൊന്നാര നബിയുടെ പ്രാർത്ഥന ഫലമായി സുബ്ഹാനല്ലാഹ് സുന്ദരമായ മഴ കൊണ്ട്, സുന്ദരമായ നിലക്ക് വെള്ളം കൊണ്ട് നനഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു, ഒരാഴ്ചയോളം ആ മഴ നീണ്ടു.
വീണ്ടും അല്ലാഹുവിനോട് ദുആരന്നു കൈനീട്ടി അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ മതി അല്ലാ മതി ഞങ്ങൾക്ക് മതി എന്ന് ചുറ്റുഭാഗത്തേക്ക് മഴ കൊടുക്കണേ എന്ന് പൊന്നാര നബി പ്രാർത്ഥിച്ചങ്ങ് തീരുമ്പോ മഴ നിന്നു. ഒരാഴ്ചയോളം നീണ്ടു നിന്ന മഴ പെട്ടെന്ന് നിന്നു. അവിടെയാണ് അല്ലുലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരഗാമികളാ, അനന്തരാവകാശികളാ. പ്രവാചകന്മാർക്കുള്ളത്, പ്രവാചകന്മാർക്ക് കിട്ടിയത്, പ്രവാചകന്മാർക്ക് ലഭിച്ചത്, പ്രവാചകന്മാർക്കല്ല കൊടുത്തത് അവരുടെ അനുയായികളായ അനന്തരക്കാരായ ഉലമായുമല്ല കൊടുക്കുന്നിട്ട്. അപ്പോഴാണല്ലോ അതവർക്ക് കിട്ടുക, അനന്തരാവകാശികളാവുക. മുസ്തഫായ നബി തങ്ങളെ പ്രാർത്ഥിച്ചിട്ടെന്ന മഴ കിട്ടിയെങ്കിൽ, പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് അല്ല കബൂൽ ചെയ്തെങ്കിൽ, പിന്നെ പ്രവാചകന്റെ യഥാർത്ഥ അനുയായിയായി, നമ്മുടെ നേതാവായി, പണ്ഡിത ലോകത്തിന് കിരീടം വെക്കാത്ത ചക്രവർത്തിയായി, ആ പ്രവാചകന്റെ യഥാർത്ഥ അനന്തരാവകാശിയായി ജീവിച്ചു മരിച്ചു പോയ മഹാനായ സൈനുൽ മതങ്ങളെ പ്രാർത്ഥനക്ക് അല്ല ഉത്തരം കൊടുത്തു, മഴ തന്നു. സമസ്തയുടെ ഏതാലിമിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും അങ്ങനെയാ. ഇത് ഇല്ലാത്ത കറാമത്തല്ല, ഇത് സനദില്ലാത്ത കഥ അല്ല, ഇത് സനദ് മുത്തസില. ഇത് ഏതാണ് നാട്, ഈ ആന്ധ്രയിൽ എവിടെ, എത്ര ഡേറ്റിന്, എത്ര മണിക്ക്, എല്ലാം ഞങ്ങളെ കയ്യിൽ രേഖാമൂലമുണ്ട്. സംശയമുള്ളവർക്ക് ചോദിക്കാം. കാരണം അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞിട്ട് സമസ്തനെ പ്രചരിപ്പിക്കേണ്ട ഒരാവശ്യം, ഞങ്ങൾ ഔലിയാക്കന്മാരുടെ മഹത്വം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരാവശ്യം സമസ്തക്ക് ഇല്ല. യഥാർത്ഥ അഹ്ലുകാർക്ക് അതില്ല. പിന്നെ സ്വീകരിക്കുക എന്നത് അല്ലാഹുവിന്റെ ഒരു തൗഫീഖാണ്, അത് ജനങ്ങൾക്ക് വിട്ടു. സത്യമായ പാത ഈ സമസ്ത, യഥാർത്ഥ വഴി സമസ്ത. നമ്മുടെ ആലിമീങ്ങൾ ആര് ചരിത്രം എടുത്തു നോക്കിയാലും ഇങ്ങനെയാ. കാരണം അവരെ ജീവിതം അങ്ങനെയാ. ഒരു നേരം പോലും അവർ വേണ്ടാത്തത് സംസാരിച്ചില്ല.